പനീർ ബട്ടർ വറുത്താൽ കടിച്ചു മുറിക്കാൻ പ്രയാസപ്പെടും. അതിലേറ്റവും എളുപ്പം തിളച്ച വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നതാണ്. ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും എരിവ് ആവശ്യത്തിനെടുത്താൽ മതി. സവാള, തക്കാളിക്കായി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി കുക്കറിലിട്ട് 3 വിസിലടിപ്പിച്ച് വെന്ത് കഴിഞ്ഞ് തണുത്തിട്ടത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. അതുകൊണ്ട് ഇത്രയും നേരം ഞാനിത് മൂടി വെച്ച് നല്ലതുപോലെ തിളച്ച് വെന്ത്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്, ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഈ റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കണ്ടോ, നല്ലതുപോലെ വെന്ത്. ഇച്ചിരി കസ്തൂരി മേത്തി കൂടി ഇട്ട്, ഇത് കണ്ടോ, ഇച്ചിരി കസ്തൂരി മേത്തി കൂടി ഇട്ട് ഇത് പാകത്തിന് ഇതായി കണ്ടോ, നല്ല പാകത്തിന് കൊഴുപ്പും എല്ലാമായിട്ട് നല്ല ഇതായി. ഞങ്ങൾ വാങ്ങിക്കുന്ന കസ്തൂരി മേത്തി ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കസ്തൂരി മേത്തി. നല്ല സൂപ്പർ, നല്ല ഒന്നാം തരം കറിയാണ്. ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ നല്ല ഒന്നാം തരം കറിയാണിത്. ചിക്കനൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ അടുത്ത്. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണിത്. ഇച്ചിരി വെബ് ക്രീം കൂടി ഇടുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഇത് കണ്ടോ, നല്ല കൊഴുപ്പും പാകത്തിനായിട്ട്. ഇച്ചിരി വെബ് ക്രീം ഹെൽത്തി, അത് കാരണം ഞങ്ങൾ വെബ് ക്രീം ഉപയോഗിക്കാറില്ല. വെബ് ക്രീം സാധാരണ ഉപയോഗിച്ചാൽ നല്ലതാണ്. പിന്നെ എല്ലാവരും, ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.